എൻ്റെ കൃപാസനം മാതാവിനും യേശുവിനും നന്ദി. എൻ്റെ പേര് രമാ ഗോപി, തൊടുപുഴ നിന്ന് വരുന്നു. ഞാൻ ജൂലൈ 12 2023 ജൂലൈ 12 ഉടമ്പടി എടുത്തത്. ഈ വർഷം ആദ്യം ജനുവരി ആദ്യം മുതൽ ഫെബ്രുവരി 15 വരെ എനിക്ക് നടുവേദനയായിട്ട് കിടപ്പിലായിരുന്നു. തീരെ വയ്യായിരുന്നു. എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ കുട്ടികളും ചേട്ടനും കൂടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. തീരെ വയ്യാത്ത അവസ്ഥയിലായിരുന്നു ഞാനിങ്ങനെ എഴുന്നേറ്റ് നടക്കുമെന്നോ ഇവിടെയൊക്കെ വന്ന് നിൽക്കുമെന്നോ ഒന്നും കരുതിയില്ല. ഈ വാട്സപ്പിലൊക്കെ കൃപാസനത്തിലെ സാക്ഷ്യമൊക്കെ വരാറുണ്ട്. ഞാൻ സാക്ഷ്യങ്ങളങ്ങനെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ഈ സാക്ഷ്യങ്ങളൊക്കെ വെറുതെ കിടക്കുന്നതുകൊണ്ട് സാക്ഷ്യങ്ങൾ കണ്ട് സാക്ഷ്യം കാണൽ വളരെ വലിയ ക്രൈസായിരുന്നു. അങ്ങനെ ഇരിക്കെ ലൈവായിട്ട് അച്ഛൻ്റെ ധ്യാനം ഫെബ്രുവരി 14 ഞാൻ കണ്ടു. അപ്പോൾ ധ്യാനം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൂടുന്നത്. ആ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ രോഗശുശ്രൂഷ സമയത്ത് അച്ഛൻ പറഞ്ഞു രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞാൻ നടുവിനെ കൈവച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവേ, എനിക്ക് എൻ്റെ നടുവേദന മാറ്റി തരണേ. എൻ്റെ നടുവേദന മാറ്റി തന്നാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് ഞാൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, യേശു ഒരു നടുവേദന ഉള്ള ഒരു സ്ത്രീയെ കൈവച്ച് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ പുറത്തിന് ഒരു അടി കിട്ടിയതുപോലെയാണ്. എനിക്ക് അടിയാണ് കിട്ടിയത്. ഇരുമ്പ് വടി കൊണ്ട് അടിച്ചത് പോലെ തോന്നി. കാരണം വടി താഴെ വീഴുന്ന സൗണ്ട് എനിക്ക് കേൾക്കാമായിരുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി, വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് തന്നെ നടു മരച്ചു പോയി. എൻ്റെ നടു അവിടെ ഉണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയം. നടു തപ്പി നോക്കി. അപ്പോൾ നടു അവിടെ തന്നെ ഉണ്ട്, പക്ഷെ വേദന അറിയുന്നില്ലായിരുന്നു. പിന്നെ ഒരു മണിക്കൂർ കൂടെ കഴിഞ്ഞപ്പോൾ ആ മരവിപ്പും മാറി. പിന്നെ എനിക്ക് വേദന ഉണ്ടായേയില്ല. ഞാൻ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തു. വൈകിട്ടായപ്പോൾ വീണ്ടും എനിക്ക് നടുവേദന വന്നു. അപ്പോൾ ഞാൻ നന്നായി റെസ്റ്റ് എടുത്തു. പിന്നെ നേരം വെളുത്ത് എഴുന്നേറ്റ് വളരെ വൈകിയാണ് എഴുന്നേറ്റത്. അപ്പോൾ നടുവേദന കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഇങ്ങനെ സൂര്യപ്രകാശം കൊള്ളാൻ വേണ്ടി വെളിയിലേക്ക് പോയി. ഞാൻ അന്ന് സൂര്യന് ഒരു വെളുത്ത നിറമായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ ആയി പോയല്ലോ വന്നത് എന്നോർത്ത്. മഴക്കാറൊക്കെ ഉള്ളത് കൊണ്ടാണ്. പെട്ടെന്ന് മഴക്കാറ് മാറി സൂര്യൻ തെളിഞ്ഞു. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ അറിയാതെ എൻ്റെ ഉള്ളിലേക്കൊരു വചനം വന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. അപ്പം ഞാൻ ഓർത്തു, യേശു ഇതിലുണ്ടാവുമോ? അപ്പം ആ സൂര്യൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ അനങ്ങുന്നത് കണ്ടു. അത് എൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നത് പോലെ തോന്നി. ഞാൻ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ അത് കൃപാസന മാതാവായിരുന്നു. സൂര്യൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളി നിറത്തിലുള്ള രൂപമായിരുന്നു. സൂര്യകിരണങ്ങൾ ഇങ്ങനെ പലകയിട്ടതുപോലെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു. അതിന് മുകളിലൂടെയാണ് മാതാവ് നടന്നു വന്നത്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അത് ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു. സാധാരണ സൂര്യൻ്റെ നേരെ നോക്കിയാൽ കണ്ണടിച്ചു പോകും. പക്ഷേ എൻ്റെ കണ്ണടിച്ചു പോയിരുന്നില്ല. ഞാൻ പിന്നെയും എന്നെ അവിടെ ഓരോ കാഴ്ചകൾ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. മാതാവ് യേശുവിനോട് ചെവിയിൽ എന്തോ സ്വകാര്യം പറയുന്നത് പോലെയും കാണിച്ചു. അത് കഴിഞ്ഞ് യേശു എൻ്റെ നേരെ തിരിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ യേശു ഇരുന്ന സ്ഥാനത്ത് ഒരു മാലാഖയെയും കണ്ടു. സംഭവമൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നീട് അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമ്പോഴാണ് മനസ്സിലായത്. അത് ഉടമ്പടിയെ പറ്റിയാണ് പറഞ്ഞതെന്നൊക്കെ. പിന്നെ ആ മാലാഖയെ ഞാൻ ഇവിടെ അത്ഭുത കിണറിൻ്റെ അടുത്തായാണ് കണ്ടത്. അത് ഗബ്രിയേൽ മാലാഖയാണെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു. എങ്ങനെ വന്നു എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ ഈ ജൂലൈ 12 ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഇങ്ങനൊരു ബാധയുടെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ അത്ഭുത ജലം ഞാൻ എടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി മുഖത്ത് തളിച്ചപ്പോൾ എൻ്റെ ബാധ ഉപദ്രവങ്ങളൊക്കെ വിട്ടുമാറി. അത് വലിയ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെ പത്രമൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ വീടുകളും ജാതമതഭേദമന്യേ കൊണ്ടുപോയി കൊടുത്തു. അവിടെ കിടപ്പ് രോഗികളുള്ള വീട്ടിൽ കിടപ്പ് രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ആദ്യം ഞങ്ങളുടെ വീടിൻ്റെ ഒരു പ്രത്യേകത, വീട്ടിൽ ഒരു വശത്തേക്കുള്ളവർക്ക് ഒരു വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് വെച്ചെങ്കിലും ഉണ്ട്. എതിർ സൈഡിലുള്ള വീട്ടിലേക്ക് വീട്ടിൽ ഒരു തളർവാദ രോഗിയും വീതം കാണപ്പെട്ടു. ഞങ്ങളവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എല്ലാം പുതിയ ആൾക്കാരാണ്. ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ സ്വീകരിച്ചത്. എല്ലാവരും പത്രം സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുക. അവരൊക്കെ വരാനായിട്ട് കാത്തിരിക്കുകയാണ്. ഒരു ചേച്ചിക്ക് നടക്കാൻ വയ്യാതെ നടന്ന് കാല് ഞെരിഞ്ഞിറന്ന് വന്നത്. ഒരുപാട് അസുഖങ്ങളുണ്ടെന്ന് ആ ചേച്ചി പറഞ്ഞു. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, വേരിക്കോസ്, അങ്ങനെ കാലൊക്കെ പൊട്ടി
ഈ വിരലുകളൊക്കെ ഒട്ടി വലിയ ഓറഞ്ച് പോലെയൊക്കെ വിരലുകളിരുന്നു. അത്രയ്ക്ക് നീരുണ്ടായിരുന്നു. കാലൊക്കെ വാഴത്തോട പോലെയാണ് ഇരുന്നത്. ഞാൻ ആ തേനും ഉപ്പും തൈലവും എടുത്ത് ആ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ കൺമുമ്പിൽ തന്നെ ആ ചേച്ചിയുടെ കാലുകൾ ചുങ്ങിപ്പോകുന്നത് കണ്ടു. നീരൊക്കെ മാറി സാധാരണ ഒരു സ്ത്രീയെ പോലെ നടുവൊക്കെ നിവരില്ലായിരുന്ന ചേച്ചി നടു നിവർന്ന് നിന്നു. ഞാൻ കരഞ്ഞു പോയി. യേശു ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ യേശുവിൻ്റെ നേരെ നോക്കി പ്രാർത്ഥിച്ചു. ഒരുപാട് നന്ദി പറഞ്ഞു. പിന്നെ വേറൊരു വീട്ടിൽ അന്നല്ല അതിൻ്റെ പിറ്റേ ദിവസം വേറൊരു വീട്ടിൽ ചേച്ചി കമല എന്നാണ് ആ ചേച്ചിയുടെ പേര്. ആ ചേച്ചി 2.5 വർഷമായിട്ട് സ്ട്രോക്ക് വന്ന് കിടപ്പിലായിരുന്നു. 2 ആളുകളുടെ സഹായത്തോടു കൂടിയാണ് കക്കൂസിലൊക്കെ പോയിരുന്നത്. അറിയാതെ വയറ്റിൽ നിന്ന് പോകുന്ന ഒരു അസുഖവും ഉണ്ടായിരുന്നു. ഒരു കൈ അനങ്ങുമായിരുന്നില്ല. ആ ചേച്ചിക്ക് വേണ്ടിയും ഞാൻ ഇതേപോലെ തന്നെ തേനും ഉപ്പും തൈലവും കൂട്ടി യോജിപ്പിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു, കുരിശ് വരച്ചു. എൻ്റെ യേശുവേ, ഈ ചേച്ചിയുടെ അസുഖം മാറ്റിക്കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞു. 2 ദിവസത്തിന് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി ആരുടെയും സഹായമില്ലാതെ കക്കൂസി പോകാനും ആ ചേച്ചി നടക്കാനും സാധിച്ചു. ചേച്ചിക്ക് ഭയങ്കര ഉത്സാഹം തോന്നി. അങ്ങനെ 2.5 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേച്ചിയുടെ കൈയും ചലിച്ചു തുടങ്ങി. എല്ലാ ആഴ്ചയിലും ഞാൻ ഒരു ദിവസമെങ്കിലും വയ്യാതെ കിടക്കുന്ന ആളുകളെ തെരഞ്ഞു പിടിച്ച് കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ നിയോഗത്തിലെ ആദ്യത്തെ നിയോഗം വെച്ചിരുന്നത്, ഞാനൊരു രോഗിയായി കിടപ്പിലായതുകൊണ്ട് എനിക്ക് ഈ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ രോഗം മാറണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് സൗഖ്യം കിട്ടണേ എന്നാണ് ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചത്. ഞാൻ പ്രാർത്ഥിച്ച എല്ലാ രോഗികൾക്കും സൗഖ്യം കിട്ടി. ഒരുപാട് പേർക്ക് സൗഖ്യം വന്നു. പിന്നെ ആ ചേച്ചി നടന്നു തുടങ്ങിയപ്പോൾ കൂടുതലായിട്ട് പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ ചേച്ചി ഇങ്ങനെ പശു പ്രസവിച്ചോ നോക്കാനായിട്ട് പോയപ്പോൾ വീണ്ടും കാല് തെന്നി വീണ് ബോൾട്ടിനൊക്കെ പൊട്ടുപറ്റി, കാലിനും പൊട്ടുപറ്റി. ആ ചേച്ചി പിന്നെ കമ്പത്ത് ഒരു വൈദ്യൻ്റെ ചികിത്സയിലായിരുന്നു. പിന്നീടും ഞങ്ങൾ പോകുന്നുണ്ടായിരുന്നു. 6 പ്രാവശ്യം വൈദ്യനെ കാണണമെന്നാണ് പറഞ്ഞത്. എങ്കിൽ ഇപ്പോൾ 4 പ്രാവശ്യം കൊണ്ട് തന്നെ ആ ചേച്ചിയുടെ രോഗം സുഖപ്പെട്ടു എന്നാണ് വൈദ്യൻ പറഞ്ഞത്. ചേച്ചി കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ഒരുപാട് നന്ദിയുണ്ട്, ഒരു മാതാവിന് നന്ദി പറഞ്ഞാൽ മതി. അപ്പോൾ ചേച്ചി ഇവിടെ വരും, കൃപാസനമ്മേനെ കാണാൻ വരും, ഉടമ്പടി എടുക്കും എന്നൊക്കെ പറഞ്ഞാണ് ഇരിക്കുന്നത്. ഞാൻ പത്രം കൊടുത്ത വീടുകളിൽ എല്ലാവരും തന്നെ വരണുണ്ടെന്നാണ് പറഞ്ഞത്. ഒരാൾ ഓൾറെഡി ഉടമ്പടി എടുത്തു കഴിഞ്ഞു. ഞാനിപ്പോൾ ഇന്ന് 3 മാസം തികഞ്ഞിട്ട് ഇന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നതാണ്. മാതാവും എൻ്റെ യേശുവും കൂടി ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. സാക്ഷി നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യം അനുഭവിക്കാനായിട്ട് സാധിച്ചത് ആദ്യത്തേത് ആരോ ഷെയർ ചെയ്ത് കൊടുത്ത് ഉടമ്പടി ആരാധനയിൽ രോഗസൗഖ്യ പ്രാർത്ഥന സമയത്ത് വലിയ നടുവേദന എന്ന സമയത്ത് കൈവച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം ലഭിച്ചുവെന്നാണ് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്.